ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമ. ഏവർക്കും നമസ്കാരം. ശ്രീമൻ നാരായണീയത്തിലെ ഇന്നത്തെ പാരായണവും അർത്ഥ അവതരണത്തിലേക്കും ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 12ാമത്തെ ദശകമായ വരാഹ അവതാരം, അതിലെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ അവതരണം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട അയ്യർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ തുംബത്തമുത്ഥായതപത്നയോനിഃ നന്ദഭൂമാമരോഗരാശിം നിരുന്തി വാതാലയവാസ വിഷ്ണു. ഇന്ന് നമ്മള് ശ്രീമദ് നാരായണീയത്തിലെ 12ാമത്തെ ദശകത്തിലാണുള്ളത്. വരാഹാവതാരമാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് നമ്മൾ ഇന്ന് വായിക്കുന്നത് 6ാമത്തെ ശ്ലോകം തൊട്ട് 10ാമത്തെ ശ്ലോകം വരെയാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഇന്നലെ വായിച്ച ആദ്യത്തെ 5 ശ്ലോകങ്ങൾ ഒന്നുകൂടെ നമ്മൾ പതിവ് വായിക്കുന്നത് പോലെ നമുക്ക് വായിക്കാം. സ്വയംഭുവ മനുഹതോ ജനസർഗശീലഃ ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്നാം തുഷ്ടാരമാപശരണം ഭവദംഗ്രിസേവ തുഷ്ടാജയം മുനിജനൈഃ സഹസത്യലോകേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കഷ്ടം പ്രജാഃ സൃജതി മയ്യവനിമഗ്നാഃ സ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാനാം ഇത്യവമേഷ കഥിതോ മനുനാ സ്വയംഭൂഃ രംഭോരുഹാക്ഷതവ പാദയുഗം വിചിന്തേത്. ആഹാ വിഭോജലമഹം നബിബം പുരസ്താത് വിമജ്ജതി മഹി കിമഹം കരോമി. ആഹാ വിഭോജലമഹം നബിബം പുരസ്താത് അദ്യാവിമജ്ജതി മഹി കിമഹം കരോമി. ഇത്തം ത്വദംഘ്രിയുഗലം ശരണം യതോസ്യ നാസാപുടാർ സമഭവ ശിശുകൂലരൂപീ. അങ്കുഷ്ടമാത്രവ പതിതഃ പുരസ്താത് ഭോയോദ കുംഭിദ്രശഃ സമദൃംപദാസ്താം. അങ്കുഷ്ടമാത്രവ ഉത്പതിത പുരസ്താത് ഭോയോദ കുംഭിദ്രശഃ സമദൃംപദാസ്താം. അപ്രേ തഥാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈർ വിസ്മേരതാം വിരഗാത് സഹസൂനു വിസ്വൈ. കോസൗചിന്യ മഹിമാ കിടി ഉത്ഥിതോ മേ നാസാപുടാൽക്കുമുപവേദജിതസ്യ മായാ. ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്ര സത്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. കോസൗചിന്യ മഹിമാ കിടിരുദ്ധിതോ മേ നാസാപുടാൽക്കുമുപവേദജിതസ്യ മായാ. ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്ര സത്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. അങ്ങനെ വരാഹാവതാരം വന്നു കഴിഞ്ഞു. ബ്രഹ്മാവിന്റെ മൂക്കിൽ കൂടി ആദ്യമായിട്ട് കൊച്ചൊരു കയ്യിന്റെ അളവിൽ വന്ന ആള് വലിയ വലിയ മലയുടെ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു. വരാഹരൂപമാണ് വരാഹരൂപത്തിലാണ് അവതരിച്ചിരിക്കുന്നത്. നമ്മൾ അതിനെ പറ്റിയാണ് ഇന്നലെ വായിച്ചത്. അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾക്ക് വായിക്കാം. ബ്രഹ്മാവ് പോയി പറഞ്ഞു, ഞാൻ സൃഷ്ടിയൊക്കെ ചെയ്യാതെ നോക്കിയപ്പോ ഭൂമിയെ സാളാനില്ല, ഭൂമി വെള്ളത്തിനടുത്തായി പോയി, ഞാൻ എന്ത് ചെയ്യട്ടെന്ന് ചോദിച്ചപ്പോഴാണ് ശരി നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് മഹാവിഷ്ണു ബ്രഹ്മാവിന്റെ മൂക്കിൽ കൂടെ തന്നെ പുറത്തേക്ക് ചാടി. ആദ്യം വന്നത് ചെറിയൊരു വരാഹരൂപത്തില്, അതിനുശേഷം വലുതായി വലുതായി മലയുടെ രൂപത്തിലേക്കായി എന്നാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് 6ാമത്തെ ശ്ലോകം. തം തേ നിനാദമുപകർണ ജനത്തവസ്ഥാഃ സത്യസ്ഥിതാച മുനയോ നുനുർഭവന്തം സസ്തോത്രഹർഷലമനാ പരിണത്യഭൂയ സ്ത്രോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം. തം തേ നിനാദമുപകർണ ജനസ്തവസ്ഥാഃ സത്യസ്ഥിതാച മുനയോ നുനുർഭവന്തം തത്സ്തോത്രഹർഷുലമനാഃ പരിണത്യഭൂയഃ ത്വയാശയം വിപുലമൂർത്തി അവാതരത്വം. തം തേ നിനാദം ഉപകർണ്യ ജനഃ തവസ്ഥാഃ സത്യസ്ഥിതാഃ ച മുനയഃ.
തം തേ നിനാദമുപകർണ്യ ജനതപസ്താഃ സത്യസ്ഥിതാഃ മുനയോ നുലുവുഃ ഭവന്തം തസ്തോത്രശാസ്ത്രമനാഃ പരിണദ്യ ഭൂയഃ തോയാശയം വിപുലമൂർത്തി അവാതരത്വം. തം തേ നിനാദം ഉപകർണ്യ ജനഃ തപഃ സ്ഥാഃ സത്യസ്ഥിതാഃ ച മുനയഃ ലുലുവുഃ ഭവന്തം തസ്തോത്ര ഹർഷുല മനാഃ പരിണദ്യ ഭൂയഃ തോയ ആശയം വിപുലമൂർത്തി അവാതരത്വം. തം തേ നിനാദമുപകർണ്യ ജനതപസ്താഃ സത്യസ്ഥിതാ ച മുനയോ നുനുർഭവന്തം തസ്തോത്ര ഹർഷുല മനാഃ പരിണദ്യ ഭൂയ സ്വയാശ്രയം വിപുലമൂർത്തിരവതാരസ്ത്വം. ഇതിനെന്താണ് നമുക്ക് ഇതിന്റെ അർത്ഥമെന്ന് നമുക്ക് നോക്കാം. നിൻതിരുവടിയുടെ അതായത് വലയുടെ രൂപത്തിലേക്ക് ആയിക്കഴിഞ്ഞു. ചെറിയൊരു വരാഹാവതാരം മൂട്ടിൽ നിന്ന് വന്ന ആള് വലയുടെ രൂപത്തിലേക്കാണ് വന്നിരിക്കുന്നത്. നിൻതിരുവടിയുടെ ആ ഭയങ്കര ശബ്ദത്തെ കേട്ട് ജനലോകം, തപോലോകം ഇവയിൽ സ്ഥിതി ചെയ്യുന്നവരും സത്യലോകത്തിൽ സ്ഥിതി ചെയ്യുന്നവരുമായ മഹർഷികൾ നിൻതിരുവടിയെ വാഴി സ്തുതിച്ചു. അവരുടെ സ്തുതിഭജനങ്ങൾ കൊണ്ട് ഹൃഷ്ടമനസ്സാർന്ന ഭീമശരീരനായ നിൻതിരുവടി വീണ്ടും സിംഹനാദം ചെയ്തുകൊണ്ട് സമുദ്രത്തിൽ പ്രവേശിച്ചു. ഹിരണ്യാക്ഷൻ സമുദ്രത്തിൽ ഭൂമിയെ താഴ്ത്തിയിരിക്കുകയാണ്. അപ്പൊ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ബ്രഹ്മാവ് പോയി അപേക്ഷിച്ചപ്പോൾ ബ്രഹ്മാവിന്റെ മുഖിൽ കൂടെ തന്നെ ചെറിയൊരു വരാഹരൂപത്തിൽ വന്ന് അത് പുറത്തേക്ക് വന്ന് ആനയുടെ രൂപത്തിലായി, പിന്നെ മലയുടെ രൂപത്തിലായി ഭയങ്കരമായിട്ട് ഗർജിച്ചു. ഇതിനെ കേട്ടപ്പോൾ മഹർഷിമാരൊക്കെ സന്തോഷിച്ചു. ആ സന്തോഷത്തിൽ അപ്പൊ ആ നന്ദിരവടിയുടെ അപ്പൊ ഭയങ്കരമായിട്ട് വലിയ ശബ്ദിച്ചു. ആ ശബ്ദിച്ച് ഘോരഘോരമായിട്ട് ശബ്ദിച്ച് ഋഷികളെയൊക്കെ സ്തുതിച്ചപ്പോൾ സന്തോഷത്തിലും കൂടുതൽ ഗർജിച്ചുകൊണ്ട് സമുദ്രത്തിനകത്ത് പ്രവേശിച്ചിട്ട് ഭൂമിയെ എടുക്കാനായിട്ട് സമുദ്രത്തിനകത്ത് പ്രവേശിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടെ പറയുന്നത്. നിൻതിരുവടിയുടെ ആ ഭയങ്കര ശബ്ദത്തെ കേട്ടിട്ട് ജനലോകം, തപോലോകം ഇവയിൽ സ്ഥിതി ചെയ്യുന്നവരും സത്യലോകത്ത് സ്ഥിതി ചെയ്യുന്നവരുമായ മഹർഷികൾ നിൻതിരുവടിയെ വാഴി സ്തുതിച്ചു. അവരുടെ സ്തുതിഭജനങ്ങൾ കൊണ്ട് ഹൃഷ്ടമനസ്സാർന്ന ഭീമശരീരനായ നിൻതിരുവടി വീണ്ടും സിംഹനാദം ചെയ്തുകൊണ്ട് സമുദ്രത്തിൽ പ്രവേശിച്ചു. ഏഴാമത്തെ ശ്ലോകം. ഊർധ്വപ്രസാരി പരിഭ്രമ വിതൂതരോമ പ്രോക്ഷിപ്തവാലാതിരവാം മുഖഘോരഘോണഃ തൂർണപ്രതീർണ ജലദഃ പരിപൂർണ ദക്ഷിണ ശ്രോതൃമുനീൻ ശിശിരയന്നവതേരിതത്വം. ഊർധ്വപ്രസാരി പരിധൂമ്ര വിതൂതരോമ പ്രോക്ഷിപ്തവാലാതിരവാം മുഖഘോരഘോണ തൂർണപ്രതീർണ ജലദഃ പരിപൂർണ ദക്ഷിണാം ശ്രോതൃമുനീൻ ശിശിരയൻ അവതേരിതത്വം. ഊർധ്വപ്രസാരി പരിധൂമ്ര വിദ്യുതരോമാം പ്രോക്ഷിപ്തവാല ധിരവാം മുഖഘോരഘോണഃ തൂർണപ്രതീർണ ജലദഃ പരിപൂർണ ദക്ഷിണ ശ്രോതൃമുനീൻ ശിശിരയന്നവതേരിതത്വം. ഊർജ്വല പ്രസാരി പരിദ്രുമ വിദൂത രോമ പ്രോക്ഷിപ്ത വാലദിഹി അവാങ്മുഖ ഘോര ഘോണഃ തൂർണ പ്രതീർണ ജലദഃ പരിപൂർണ ദക്ഷിണ ശ്രോതൃമുനീൻ ശിശിരയൻ അവതേരിതത്വം. ഊർധ്വപ്രസാരി പരിധൂമ്ര വിദൂത രോമ പ്രോക്ഷിപ്ത വാലാതിരവാ മുഖഘോരഘോണഃ തൂർണ പ്രതീർണ ജലദഃ പരിപൂർണ ദക്ഷിണ ശ്രോതൃമുനീൻ ശിശിരയന്നവതേരിതത്വം. ഇതിന്റെ എന്താണ് അർത്ഥമെന്ന് നമുക്ക് നോക്കാം. ഉയർന്നു നിൽക്കുന്നവയും കറുപ്പും ചുവപ്പും കൂടിക്കലർന്ന നിറത്തോടു കൂടിയവയും കടഞ്ഞ് ഇളക്കപ്പെട്ടവയുമായ രോമങ്ങളോട് കൂടിയവനും മേൽപോട്ട് ഉയർത്തിപ്പിടിക്കപ്പെട്ട വാലോട് കൂടിയവനും കീഴ്പോട്ട് തൂങ്ങുന്ന ഭയങ്കരമായ നാസികയോട് കൂടിയവനും മേഘങ്ങളെ ക്ഷണത്തിൽ പിളർന്നവനുമായ നിൻതിരുവടി തന്നെ കീർത്തിക്കുന്ന മുനിജനങ്ങളെ ഉരുട്ടി പിടിക്കുന്ന കണ്ണുകൾ കൊണ്ട് അകം കുളിർപ്പിച്ച് ജലത്തിലേക്ക് ഇറങ്ങി. നമ്മൾ വരാഹരൂപം അറിയുമല്ലോ, ഓർമ്മയുണ്ടല്ലോ, വരാഹരൂപത്തിൽ ഓർക്കുക. അതായത് ആ വരാഹരൂപം ഒരു മലയുടെ രൂപത്തിലായാൽ എങ്ങനെ ഇരിക്കും? ഉയർന്നു നിൽക്കുന്നവയും കറുപ്പും ചുവപ്പും കൂടിക്കലർന്ന നിറത്തോട് കൂടിയവയും കടഞ്ഞിളക്കപ്പെട്ടവയുമായ രോമങ്ങളോട് കൂടിയവനും മേൽപോട്ട് ഉയർത്തിപ്പിടിപ്പിക്കപ്പെട്ട വാലോട് കൂടിയവനും കീഴ്പോട്ട് തൂങ്ങുന്ന ഭയങ്കരമായ നാസികയോട് കൂടിയവനും മേഘങ്ങളെ ക്ഷണത്തിൽ പിളർന്നവനുമായ നിൻതിരുവടി തന്നെ കീർത്തിക്കുന്ന
മുനിജനങ്ങളെ ഉരുട്ടി മിഴിക്കുന്ന കണ്ണുകൾ കൊണ്ട് അകം കുളിർപ്പിച്ച ശേഷം ജലത്തിലേക്ക് ഇറങ്ങി. അടുത്ത ശ്ലോകം നമുക്ക് വായിക്കാം. 8ാമത്തെ ശ്ലോകം. അന്തർജലം തദനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലം പുരുഷോർമിമാലം ആവിശ്യ ഭീഷണ രവേണ രസാതലസ്ഥാൻ ആകമ്പയൻ വസുമതി മകവേഷയത്വം. അന്തർജലം തദനു സങ്കലനക്രചക്രം ഭ്രാമ്യത്തിമിംഗലകലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണ രവേണ രസാതലസ്ഥാൻ ആകമ്പയൻ വസുമതി മകവേഷയസ്ത്വം. അന്തർജലം തദനു സങ്കുലനുക്രചക്രം അന്തർജലം തദനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലം കുലുഷോർമിമാലം ആവിശ്യ ഭീഷണ രവേണ രസാതലസ്ഥാൻ അകമ്പയൻ വസുമതി അഗവേഷയത്വം. വസുമതിയും അഗവേഷയസ്ത്വം. അന്തർജലം തദനു സങ്കലനക്രചക്രം ഭ്രാമ്യത്തിമിംഗലകലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണ രവേണ രസാതലസ്ഥാൻ അകമ്പയൻ വസുമതി മകവേഷയസ്ത്വം. ആകമ്പയൻ വസുമതിയും അഗവേഷയസ്ത്വം. ആകമ്പയൻ വസുമതി അഗവേഷയസ്ത്വം. അന്തർജലം തദനു സങ്കുല നക്രചക്രം ഭ്രാമ്യ തിമിംഗല കുലം കുലശോർമിമാലം ആവിശ്യ ഭീഷണ രവേണ രസാതലസ്ഥാന് ആകമ്പയൻ വസുമതി അഗവേഷയസ്ത്വം. അനന്തരം വെള്ളത്തിനകത്ത് ചാടിക്കൊഴിഞ്ഞു മലയുടെ രൂപത്തിൽ വന്ന വരാഹം അനന്തരം ഇളകിക്കൂടിയ മുതലക്കൂട്ടങ്ങളോട് കൂടിയതും അങ്ങുമങ്ങും പായുന്ന തിമിങ്ങളോട് കൂടിയതും കലങ്ങി മറിഞ്ഞ തിരമാലകളോടുള്ളതുമായ ജലാന്തർഭാഗത്ത് പ്രവേശിച്ചിട്ട് ഭയങ്കരമായ ഗർജനം കൊണ്ട് പാതാളവാസികളെ വറകൊള്ളിച്ചുകൊണ്ട് നിന്തിനു വേണ്ടി ഭൂമിദേവിയെ അന്വേഷിച്ചു. വെള്ളത്തിനകത്ത് ഭൂമിദേവിയെ കടത്തിരിക്കുകയാണല്ലോ. അപ്പൊ ഭൂമിദേവിയെ അന്വേഷിക്കാനായിട്ട് ശ്രീവരാഹം സമുദ്രത്തിനകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. വരാഹാവതാരത്തിൽ മഹാവിഷ്ണുവിന്റെ വലിയൊരു മലയുടെ രൂപത്തിൽ. അനന്തരം ഇളകിക്കൂടിയ അപ്പോ വെള്ളത്തിനകത്ത് പ്രവേശിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇളകിക്കൂടിയ മുതലക്കൂട്ടങ്ങളോട് കൂടിയതും അങ്ങുമെങ്ങും പായുന്ന തിമിങ്ങളോട് കൂടിയതും അങ്ങുമെങ്ങും പായുന്ന തിമിംഗലങ്ങളോട് കൂടിയതും കലങ്ങി മറിഞ്ഞ തിരമാലകൾ ആർന്നതുമായ അങ്ങുമെങ്ങും പായുന്ന തിമിംഗലങ്ങളോട് കൂടിയതും കലങ്ങി മറിഞ്ഞ തിരമാലകൾ ആർന്നതുമായ ജലാന്തർഭാഗത്ത് പ്രവേശിച്ചിട്ട് ഭയങ്കരമായ ഗർജനം കൊണ്ട് പാതാളവാസികളെ വറപ്പിച്ചുകൊണ്ട് നിൻതിരുവടി ഭൂമിദേവിയെ ആ ജലത്തിൽ അന്വേഷിച്ചു. ഹേ മഹാവിഷ്ണു, ഹേ നാരായണ നാരായണ നാരായണ. 9ാമത്തെ ശ്ലോകം. ദൃഷ്ട്വാദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ജഡിതി കുടകിടി വിഭോത്വം ആപാതുകാൻ അവിഗണയ്യ സ്വരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുതാം അതദാസലീലം. ദൃഷ്ടാദ ദൈത്യ ഹതകേന രസാതലാന്തേ സംവേശിതാം ജഡിതി കുടകിടിർ വിഭോത്വം. ദൃഷ്ടാദ ദൈത്യ ഹതകേന രസാതലാന്തേ സംവേശിതാം ജഡിതി കുടകിടി വിഭോത്വം ആപാതുകാൻ അവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്വാ അങ്കുരേണ വസുതാം അതദാ സലീലം. ദൃഷ്ട്വാദ ദൈത്യ ഹതകേന രസാതലാന്തേ സംവേശിതാൻ ജഡിതി കുടകിടിർ വിഭോത്വം ആപാതുകാൻ വിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുതാം അതദാ സലീലം. ഹേ സർവേശ്വര, മായാവരാഹരൂപിയായ നിൻതിരുവടി അനന്തരം അസുരാധവനായ ഹിരണ്യാക്ഷനാൽ പാതാളത്തിനടിയിൽ കൊണ്ടുവയ്ക്കപ്പെട്ടിരുന്ന ഭൂമിയെ കണ്ടിട്ട് നേരിട്ട് പാഞ്ഞു വരുന്ന ദുഷ്ടബാനവന്മാരെ ഒട്ടും കൂട്ടാക്കാതെ തേറ്റയുടെ അഗ്രം കൊണ്ട് കളിയായി തന്നെ ക്ഷണത്തിൽ ഭൂമിയെ പൊക്കിയെടുത്തു. അങ്ങനെ സമുദ്രത്തിന് അടിഭാഗത്ത് ഭൂമിയെ കിടത്തിയിരിക്കുകയാണ്. അപ്പോ വരാഹസ്വാമി വരാഹത്തിന്റെ രൂപത്തിൽ വന്ന് മലയുടെ ഷേപ്പിലായി അത്രയ്ക്ക് വലുതായി നേരെ സമുദ്രത്തിൽ കുതിച്ച് എല്ലാ പാതാള നിവാസികളെയും വറപ്പിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന തിമിംഗങ്ങളെയും മറ്റേ മുതലകളെയും തിമിംഗങ്ങളെയും എല്ലാത്തിനെയും വറപ്പിച്ചുകൊണ്ട് തിമിംഗലങ്ങളെയും എല്ലാത്തിനെയും വറപ്പിച്ചുകൊണ്ട്
പാതാളത്തിനകത്ത് അല്ല സമുദ്രത്തിനകത്ത് കിടക്കുന്ന ഭൂമി ദേവിയെ എടുത്തുകൊണ്ട് പരമേശ്വര മായാവരാൽ രൂപിയായ നിന്തിരുവടി അനന്തരം അസുരാദമനായ ഹിരണ്യാക്ഷനാൽ പാതാളത്തിനടിയിൽ കൊണ്ടുവയ്ക്കപ്പെട്ടിരിക്കുന്ന ഭൂമിയെ കണ്ടിട്ട് നേരിട്ട് പാഞ്ഞു വരുന്ന അതായത് ഹിരണ്യാക്ഷന്റെ സഹായികൾ നേരിട്ട് പാഞ്ഞു വരുന്ന ദുഷ്ടബാലവന്മാരെ ഒട്ടും കൂട്ടാക്കാതെ തേറ്റയുടെ വരാഹത്തിന്റെ മുമ്പുള്ള തേറ്റയുടെ അഗ്രം കൊണ്ട് കളിയായി തന്നെ ഒരു ഭൂമിയെ പൊക്കിയെടുത്തു. തേറ്റയുടെ അഗ്രം കൊണ്ട് കളിയായി തന്നെ ക്ഷണത്തിൽ ഭൂമിയെ പൊക്കിയെടുത്തു. 10ാമത്തെ ശ്ലോകം. അഭ്യുദ്ധരൻ അധരാം ദശനാഗ്രലഗ്ന മുസ്താങ്കുര അങ്കിത ഇവ അധിക പീവരാത്മാ ഉദ്ധൂതകൂല സലില ജലദേവുദഞ്ചൻ ക്രീഡാവരാഹവപു ഈശ്വര പാഹി രോഗാൽ. അഭ്യുദ്ധരന്നത ധരാം ദശനാഗ്രലഗ്ന അഭ്യുദ്ധരന്നതരാം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിത ഇവാധികവി പരാത്മാ ഉദ്ധൂതഘോര സലിലാ ജലധേരുദഞ്ചൻ ക്രീഡാവരാഹപുരീശ്വര പാഹി രോഗാൽ. അഭ്യുദ്ധരൻ അനതരാം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിത ഇവാധികവീവരാത്മാം ഉദ്ധൂതഘോര സലിലാ ജലധേരുദഞ്ചൻ ക്രീഡാവരാഹവ പുരീശ്വര പാഹി രോഗാൽ. അഭ്യുദ്ധരന്നതരാം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിത ഇവാധികവീവരാത്മാം ഉദ്ധൂതഘോര സലിലാ ജലധേരുദഞ്ചാൻ ക്രീഡാവരാഹപുരീശ്വര പാഹി രോഗാൽ. അഭ്യുദ്ധരന്നതരാം ദശാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിത ഇവാധികവീവരാത്മാ ഉദ്ധൂതഘോര സലിലാ ജലധേരുദഞ്ചൻ ക്രീഡാവരാഹപുരീശ്വര പാഹി രോഗാൽ. ഭഗവാൻ അതിൽ പിന്നെ ദംഷ്ട്രയുടെ അറ്റത്ത് പറ്റിയ മുത്തങ്ങ മുള കൊണ്ട് അടയാളപ്പെട്ടവനെ എന്ന പോലെ ഇരിക്കുന്നവനും തടിച്ച ദേഹത്തോടു കൂടിയവനും ഭൂമിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കലക്കി മറിക്കപ്പെട്ട ഭയങ്കരമായ ജലത്തോടു കൂടിയ സമുദ്രത്തിൽ നിന്നും പൊങ്ങി വന്നവനുമായ ലീലാവരാഹ സ്വരൂപിയായ നിൻ തിരുവടി ലോകത്തിൽ നിന്നും എന്നെ രക്ഷിച്ചരണമേ. അവസാനം പറയുന്നത് എന്നെ രക്ഷിക്കണമെന്ന. അതായത് ഭഗവാനെ അതിൽ പിന്നെ ദംഷ്ട്രയുടെ അറ്റത്ത് പറ്റിയ മുത്തങ്ങ മുള കൊണ്ട് അടയാളപ്പെട്ടവനെ എന്ന പോലെ ഇരിക്കുന്നവനും തടിച്ച ദേഹത്തോടു കൂടിയവനും ഭൂമിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കലക്കി മറിക്കപ്പെട്ട ഭയങ്കരമായ ജലത്തോടു കൂടിയ സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വന്നവനുമായ, അതായത് നമ്മുടെ ദംഷ്ട്രയുടെ അറ്റത്ത് ഭൂമിക്ക് സമുദ്രത്തിനടിയിൽ നിന്ന് ഭൂമിയെ പൊക്കിക്കൊണ്ടുവന്ന് ദംഷ്ട്രയുടെ ഭൂമിയെ മുകളിൽ വെച്ചുകൊണ്ട് ആ സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വന്നിരിക്കുകയാണ് ശ്രീ വരാഹസ്വാമി. ആ മൂർത്തിയെ ആ രൂപത്തിൽ സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ പട്ടതിരിപ്പാട് പറയാണ്, ഹേ വരാഹമൂർത്തി, എന്റെ രോഗത്തിൽ നിന്നും എന്നെ രക്ഷിച്ചറിയണമേന്ന്. ഭഗവാൻ അതിൽ പിന്നെ ദംഷ്ട്രയുടെ അറ്റത്ത് പറ്റിയ മുത്തങ്ങ മുളക് പോലെ അടയാളപ്പെട്ടവൻ എന്ന പോലെ ഇരിക്കുന്നവനും തടിച്ച ദേഹത്തോടു കൂടിയവനും ഭൂമിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കലക്കി മറിക്കപ്പെട്ട ഭയങ്കരമായ ജലത്തോടു കൂടിയ സമുദ്രത്തിൽ നിന്നും പൊങ്ങി വന്നവനുമായ ലീലാവരാഹ സ്വരൂപിയായ നിൻ തിരുവടി ലോകത്തിൽ നിന്നും എന്നെ രക്ഷിച്ചരുളണമേ. ഭഗവാനെ നാരായണ നാരായണ നാരായണ. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുത്തിവാതാലയവാസ വിഷ്ണോ. ഓം നമോ നാരായണായ. ഇന്നത്തെ ഈ അവതരണത്തോടെ നമ്മുടെ 12ാം ദശകം വരാഹാവതാരം സമാപിച്ചിരിക്കുകയാണ്. സംശയങ്ങളുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്, വാട്സാപ്പിലേക്ക് അയച്ചു തരാവുന്നതാണ്. ഇന്നത്തെ അധ്യായം അവതരിപ്പിച്ച പ്രിയപ്പെട്ട അയ്യർ സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ഏവർക്കും നന്ദി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമഃ.